നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ അമ്പിളി, തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ FTCPയുടെ വൊക്കേഷണൽ അധ്യാപികയാണ്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. നാം ദിവസവും കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് അല്ല. ഉദാഹരണത്തിന് ബൾബ്, എലിമിനേറ്റർ, ഇലക്ട്രോണിക് ചോക്ക് തുടങ്ങിയവയ്ക്കൊന്നും സ്വന്തമായി സ്റ്റോറേജോ പ്രോഗ്രാമോ ആവശ്യമില്ല. എന്നാൽ സ്ക്രീനിൽ കാണുന്ന ഡിവൈസസിലേക്ക് ഒന്ന് നോക്കിക്കേ. മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് വാച്ചസ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ഇവയ്ക്ക് മുൻപ് പറഞ്ഞ ഉപകരണങ്ങളുമായുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവയ്ക്ക് സ്വന്തമായി സ്റ്റോറേജ് ഉണ്ട്. ഇവ ധാരാളം പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിന്റെ സഹായത്തോടുകൂടി പല ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു കാണുമല്ലോ. സോഫ്റ്റ്വെയറിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു ഭാഗമാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. An operating system is a set of program files which control the resources of the computer system and allows the communication of hardware components of a computer to the software components of the computer system. അതായത് ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാം ഫയൽസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഫയൽ സ്റ്റോറേജ്, നെറ്റ്വർക്ക് കണക്ടിംഗ് ഡിവൈസസ് ഒക്കെയാണ് റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ബൂട്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് എ പ്രോസസ്. അപ്പൊ എന്താണ് അതിനകത്ത് നടക്കുന്ന പ്രോസസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഏതൊരു മെഷീൻ പാർട്ട് എടുത്താലും അതിനൊരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് പ്രോസസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ അത് റൺ ചെയ്യല്ല. അതിന് ഇനീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ കാര്യം എടുത്താലും അതില് ബൂട്ടിങ്ങിന്റെ സമയത്ത്, അതായത് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഇന്റേണൽ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പലരും പറയുന്ന എന്റെ സിസ്റ്റം ബൂട്ട് ചെയ്യുന്നില്ല, എന്റെ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയില്ല, അത് ബൂട്ടാവുന്നില്ല. അപ്പൊ എന്താണ് ഈ ബൂട്ടിംഗ് ടൈമിൽ ഇതിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ പ്രോസസർ ബയോസ് ചിപ്പിന്റെ സഹായത്തോടു കൂടി പോസ്റ്റ് എന്നൊരു പ്രക്രിയ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ്. ഇത് കൊച്ചു കൊച്ചു പ്രോഗ്രാംസ് ആണ്. ഇത് സേവ് ചെയ്തിരിക്കുന്നത് ബയോസിലാണ്. ഇപ്പൊ പോസ്റ്റിംഗിൽ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോരോ ഹാർഡ്വെയർ കമ്പോണൻസും ചെക്ക് ചെയ്യുന്നു. ഈ ഹാർഡ്വെയർ കമ്പോണൻസിന് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെസ്സേജസ് ആയിട്ട് ലഭിക്കാറുണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്ത് ഡിസ്പ്ലേ കൺട്രോളർ ചെക്ക് ചെയ്യുന്നു. ഡിസ്പ്ലേ കൺട്രോളർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്? ഒരു മൊബൈൽ ആയാലും ഒരു കമ്പ്യൂട്ടർ ആയാലും TV ആയാലും അത് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും എഴുതി വരുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. ഓക്കെ, അപ്പൊ ആ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കഴിഞ്ഞു. അടുത്തത്, നമ്മുടെ സിസ്റ്റത്തില് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള OS നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ OS നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലാണുള്ളത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി ആയ റാമിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്നും കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി ആയ റാമിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. അതാണ് ബൂട്ടിംഗ് പ്രോസസ്. വൺസ് ഈ OS റാമിൽ വന്നു കഴിഞ്ഞാൽ
കമ്പ്യൂട്ടറിന്റെ കംപ്ലീറ്റ് കൺട്രോളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റെടുക്കുന്നു. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറും യൂസറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ സാധാരണ നമ്മൾ ഒരു ഇൻപുട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻപുട്ട് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് അവിടെ നിന്നാണ് പ്രോസസ്സിലേക്ക് വേണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് റിസൾട്ട് മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രിന്റ് കമാൻഡോ വല്ലതും ഉണ്ടെങ്കിൽ അത് ആ പ്രിന്റ് ചെയ്യുന്ന ഡിവൈസിലേക്ക് പോകണം. പിന്നീട് ഇത് എവിടെയെങ്കിലും ഫയൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ആ ഫയലിലേക്ക് ഇത് കൊണ്ടുപോകണം. പിന്നെ ഇതിനെ മൊത്തത്തിൽ ഈ ഫയൽസിന് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് പാസ്വേഡ് സെക്യൂരിറ്റി നമുക്കറിയാം, നമ്മൾ യൂസർ നെയിം ലോഗിൻ ചെയ്ത് പാസ്വേഡ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ സാധാരണ. അപ്പൊ അങ്ങനെ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പിന്നെ മൊത്തത്തിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ, പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എല്ലാം മാനേജ് ചെയ്യണം. കൃത്യമായിട്ട് ആ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി സപ്ലൈ ചെയ്യണം. തിരിച്ചത് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഈ കാര്യങ്ങളല്ല, അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്രോസസ്സർ, മെമ്മറി, പിന്നെ ഡിവൈസസ്, ദെൻ ഫയൽ മാനേജ്മെന്റ്, ഇതെല്ലാം പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി സെക്യൂരിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന ഫയൽസിലെ ഡേറ്റ എല്ലാം സെക്വേർഡ് ആയിരിക്കണം. പിന്നെ ഡേറ്റ മാനേജ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതാണ് മേജർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യുണിക്സ്, ലിനക്സ്, ആപ്പിൾ iOS, ഗൂഗിൾ ആൻഡ്രോയിഡ്, മാക്, വിൻഡോസ്, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവയുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുവാൻ നമുക്ക് സമയമില്ല. OS മാർക്കറ്റിലേക്ക് വരുന്നത് മൈക്രോ കമ്പ്യൂട്ടിങ്ങിന്റെ കാലത്തായിരുന്നു. 1950-ലും 60-ലും 70-ലും എല്ലാം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ IBM കമ്പ്യൂട്ടർ അവരുടെ കമ്പ്യൂട്ടറിനോടൊപ്പം തന്നെ അതിന്റെ OSഉം ഇറക്കുമായിരുന്നു. അതായത് ആരാണോ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് അവർ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉണ്ടാക്കുന്നു. പക്ഷെ 80കളുടെ തുടക്കത്തിൽ വൻതോതിൽ ഈ മൈക്രോ കമ്പ്യൂട്ടറുകളുടെ ഡിമാൻഡ് കൂടി വന്നു. അപ്പോൾ OSന്റെ കമ്പനികൾ മാർക്കറ്റിൽ ശ്രദ്ധ പിടിച്ചു പറ്റി. 1980-ൽ സിയാറ്റിൽ കമ്പ്യൂട്ടർ പ്രോഡക്ട്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന പാറ്റേഴ്സൺ എന്നയാളാണ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ വേർഷൻ ഉണ്ടാക്കിയത്. പിന്നീട് IBM 8088 ചിപ്പ് ബേസ് ചെയ്ത് പുതിയ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ബിൽ ഗേറ്റ്സിനെ അപ്രോച്ച് ചെയ്തു. ബിൽ ഗേറ്റ്സ് പുതിയൊരു OS ഉണ്ടാക്കുന്നതിന് പകരം പാറ്റേഴ്സണിൽ നിന്ന് ഡോസ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അത് മോഡിഫൈ ചെയ്ത് MS DOS ആക്കി മാറ്റി, മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്കി മാറ്റി. 1981-ൽ ഇത് പുറത്തു വന്നു. അപ്പൊ ഇതിന്റെ ലൈസൻസ് IBM ഉൾപ്പെടെ പല കമ്പനികൾക്കും ബിൽ ഗേറ്റ്സ് നൽകി. ഇത് വൻ വിജയമാകുകയും മൈക്രോസോഫ്റ്റ് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായി മാറുകയും ചെയ്തു. അപ്പൊ ഈ ഡോസിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതൊരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. ദാറ്റ് മീൻസ് അത് ഒരു ഗ്രാഫിക്കൽ യൂസർ അല്ല. നമുക്ക് ഈ പിക്ചർ കണ്ട് സെലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഇതിനെ നമുക്ക് കമാൻഡ്സ് ഓർത്ത് ടൈപ്പ് ചെയ്യണം. അപ്പം 60-ലും 70-ലും ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് എന്ന് പറയുന്നത്. അതിലും ഇതേ പ്രോബ്ലം തന്നെയാണ്. അതിൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തുടക്കം വരുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഈ മൈക്രോ കമ്പ്യൂട്ടിംഗ് മാർക്കറ്റിലേക്ക് വളരെ ശ്രദ്ധ പിടിച്ച് പറ്റിയപ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഔട്ട്സോഴ്സ് ചെയ്ത് തുടങ്ങി, വേറെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തു തുടങ്ങിയത്. ഇനി നിങ്ങളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വിൻഡോസിലേക്ക് വരാം. അപ്പൊ എങ്ങനെയാണ് ഈ ആൻഡ്രോയിഡ് രംഗത്തേക്ക് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് പല OSകളും ഉണ്ടായിരുന്നു. കുറച്ചു കാലം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു സിംബിയൺ OS, വിൻഡോസ് OS ഒക്കെ. ഈ പല ഫോണുകളിലും നമ്മുടെ സാംസങ്, മോട്ടറോള, നോക്കിയ എല്ലാം സിംബിയൺ OS ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട്
അതിന്റെ ഇടയ്ക്ക് തന്നെ ഐഫോണും ഉണ്ടായിരുന്നു. ആപ്പിളിന്റെ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ 2007 iOS ഒരു ന്യൂ വേർഷൻ ഇറക്കിയത്. 2008 ഗൂഗിള് ആൻഡ്രോയിഡ് എന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കി. ഐഫോണിന് അതിന്റെ ഇതായിട്ടുള്ള യൂസേഴ്സും യൂസബിലിറ്റിയും യൂസർ ഇന്റർഫേസും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന് വേറെ ഒത്തിരി ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു ആപ്പിളിന്റെ ഐഫോണിന്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു അത്. പക്ഷെ ഇതിലൊരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ആപ്പിളിന്റെ iOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആപ്പിൾ ഫോൺസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ഇന്ത്യ പോലുള്ള ഒരു കൺട്രിയിൽ ഐഫോൺ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. പക്ഷേ ആൻഡ്രോയിഡ് OS എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി മാനുഫാക്ചേഴ്സ് ഈ ആൻഡ്രോയിഡ് ഫോൺ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി. സോ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 70% ആൻഡ്രോയിഡ് ഫോണും 30% ഐഫോൺസും ആയിരിക്കും. ഇത് രണ്ടും OS, അതായത് ഈ രണ്ട് OSും iOSും ഈ ആൻഡ്രോയിഡും മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. പക്ഷെ യൂസബിലിറ്റി കൂടുതലായിട്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോൺസ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ആൻഡ്രോയിഡിലും iOSലും പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിൾ, അതിന്റെ ഒരു ഗ്രാഫിക്കൽ നൊട്ടേഷൻ, പ്ലേ സ്റ്റോർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗ്രാഫിക്കൽ നൊട്ടേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആപ്സ് ഉണ്ട്. ഈ ആപ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? ഏത് ഡെവലപ്പർക്ക് വേണമെങ്കിലും ആപ്സ് ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തൊഴിൽ മേഖല തന്നെ വർദ്ധിക്കുവാനുള്ള സാഹചര്യം കൂടെ ഉണ്ടായി. ഉദാഹരണത്തിന് നമ്മളൊരു ഗെയിമിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നു, നമുക്ക് ആവശ്യമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നവർക്ക് 2 OSന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഡെവലപ്പ് ചെയ്താൽ മതി. ഒന്ന് ആൻഡ്രോയിഡും ഒന്ന് നമ്മുടെ iOSും. അപ്പൊ അതേപോലെ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം പല ആപ്സും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ഫോണിലേക്ക്. ഇപ്പൊ നിങ്ങൾ ഒരു ഡിജി ലോക്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ ഡിജി ലോക്കറിൽ സൂക്ഷിച്ചു വെക്കാമെന്ന് ഈ ഇടയ്ക്ക് തന്നെ പേപ്പറിലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണത്. ഈ ആപ്പിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് അതിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുപോലെ വളരെ റീസെന്റ് ആയിട്ടുള്ള, നമുക്കറിയാം എല്ലാവരും ഈ കോവിഡ് സിറ്റുവേഷനിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഒരു ആരോഗ്യ സേതു ആപ്പ് ഉണ്ടാക്കി. അപ്പൊ ഇതിന് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതായത് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പം ആൻഡ്രോയിഡിലും iOSലും വർക്ക് ചെയ്യുന്ന തരത്തിൽ അത് ഉണ്ടാക്കിയാൽ മതി. നേരെ മറിച്ച് 10-30 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായേനെ. ഈ ഡെവലപ്പേഴ്സിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അവർ അതിന് സ്യൂട്ട് ചെയ്യുന്ന ആപ്സ് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഏതൊരു ആപ്പ് എടുത്താലും അതിനകത്ത് ഈ 2 OSനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. കാര്യം ഏതെങ്കിലും ഒരു ഫോണായിരിക്കും ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഒന്നിൽ ആപ്പിളിന്റെ iOSന്റെ ഫോണും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോൺസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഡെവലപ്പേഴ്സിന് ഇത് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും ആപ്സ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നതാണ്. അതിലെ ഒരു ഗ്രാഫിക്കൽ യൂസർ എന്താണ്, അതിന്റെ ഒരു ഇന്റർഫേസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിനോടകം തന്നെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ ഒരുപാട് ആപ്സ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകുന്നു, അത് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങൾ യൂസ് ചെയ്യുന്നു. വളരെ ഈസിയാണത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാം. നേരത്തെ പറഞ്ഞ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്കൊരു പിക്ചറൽ റെപ്രസെന്റേഷൻ വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ സിമ്പിൾസ് വെച്ചിട്ടാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കമാൻഡ്സ് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്ലേ സ്റ്റോർ, അതറിയാമല്ലോ അതിന്റെ സിമ്പിൾ എന്താണെന്ന്. അപ്പൊ പ്ലേ സ്റ്റോറിൽ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? പ്ലേ സ്റ്റോറിൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ടാണ് പിന്നെ ഏത് ഗെയിം ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്.
പിന്നെ വാട്സപ്പിന്റെ ഒരു സിമ്പൽ ഉണ്ട്, അത് വെച്ചിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്ക്. ഇത് തന്നെയാണ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, വിൻഡോസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് ആണ് വിൻഡോസ്, ഐക്കോൺസ്, മെനൂസ് ആൻഡ് പോയിന്റേഴ്സ്. ഇപ്പൊ വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ക്രീനിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറെ സിമ്പിൾസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ മെനൂസ് എന്ന് പറയുന്ന ഇതിന്റെ മേളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യം സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. ചിലപ്പോൾ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫയൽ ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫയൽ എന്നൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂ ആണെങ്കിൽ ന്യൂ സെലക്ട് ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ കൊടുത്താൽ ആ ഒരു ഫയലിലേക്ക് പോകാൻ പറ്റും. പിന്നെ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഈ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും മൗസ് കൊണ്ട് വന്നിട്ട്. അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മളെ ഇതുമായിട്ട് കമ്പ്യൂട്ടർ, അതായത് വിൻഡോസിന്റെ ഈ സ്ക്രീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് വിൻഡോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു മൈക്രോസോഫ്റ്റ് ഡോസ് കൊണ്ടുവന്നു. അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇറക്കി. അപ്പൊ വിൻഡോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ നമുക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഈസിയാണ് ഒരു പിക്ചർ നോക്കി അത് സെലക്ട് ചെയ്യുന്നത്. സോ അത് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും എല്ലാം അത് തന്നെയാണ് എളുപ്പം, ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് പറയുന്നത്. കമാൻഡ്സ് ഓർത്തിരുന്നത് ടൈപ്പ് ചെയ്യുക, അതിനേക്കാൾ എത്രയോ നല്ലതാണല്ലേ നമ്മൾ ഈ ഇതില് പിക്ചേഴ്സ് നോക്കി അത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അപ്പം വളരെ ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾസ് ആണ് ഈ വാട്സപ്പിൻ്റെതും. പിന്നെ പ്ലേ സ്റ്റോറിൽ തന്നെ പല ആപ്സ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ഗെയിംസ്, അപ്പൊ ഏതൊരു ഗെയിം എടുത്താലും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആദ്യം ചെന്ന് നിൽക്കുന്നത് അവിടെ ആയിരിക്കും അല്ലേ. എല്ലാവരും ഗെയിംസിലൊക്കെ വളരെ എക്സ്പെർട്ടായി കാണുമല്ലോ അല്ലേ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡില്. അപ്പൊ അങ്ങനെ വിൻഡോസ് പിന്നെ 1985 വിൻഡോസ് 1 പുറത്തിറങ്ങി. അതായത് ഒരു ഗ്രാഫിക്കൽ യൂസർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടത് പുറത്തിറങ്ങി. മൈക്രോസോഫ്റ്റിന്റെ ആണത്. വിൻഡോസ് 1, വിൻഡോസ് 2, വിൻഡോസ് 3, വിൻഡോസ് 3.2 അങ്ങനെ പല വേർഷൻസും പുറത്തിറങ്ങിയെങ്കിലും 1995 വിൻഡോസ് 95 പുറത്തിറങ്ങി. അത് വലിയൊരു ഹിറ്റായിട്ട് അങ്ങ് മാറി. കൊമേഴ്ഷ്യലി വളരെ സക്സസ്ഫുൾ ആയിരുന്നു വിൻഡോസ് 95 എന്ന് പറയുന്നത്. അതിനുശേഷവും പല വെർഷൻസ് വിൻഡോസിന്റെ ഇറങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ വിൻഡോസ് 10 ആണ്. ഇനി ഒരുപക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കാം, ഈ ഒരു ഗ്രാഫിക്കൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വിപണിയിൽ ഇത് ഇത്രയും വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയത്. കാരണം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ MS DOS വളരെ നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഈ കമാൻഡ്സ് ഓർത്തിരിക്കുക, അത് ടൈപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് അത്ര ഈസി അല്ല. സോ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഓരോരോ ഇത് വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പല പല ഫെസിലിറ്റീസ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസിന് ഇത്രയേറെ ഡിമാൻഡ് വരികയും സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഇത്രയും ഈസി ആക്കാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് ഈസ് മാക് OS. ഇത് ആപ്പിളിന്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡിഫറെന്റ് ഐക്കോൺസ് ഉണ്ട് അതിനകത്ത്. യു ക്യാൻ സെലക്ട് ദി ഐക്കോൺസ് യു നീഡഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. പിന്നെ ഇതിനും ഒരുപാട് വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള വേർഷൻ ഈസ് OS 10. ഇനി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലിറ്റിൽ മോർ എക്സ്പെൻസീവ്. നെക്സ്റ്റ് വൺ ഇസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ ലിനക്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ സോഴ്സ് കോഡ് ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ എന്താണ്? ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ആർക്ക് വേണമെങ്കിലും ഇതിനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വിൻഡോസും മാക് ഓയസും എല്ലാം, അതെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് മീൻസ് അത് പർച്ചേസ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ കാശ് കൊടുത്ത് തന്നെ അത് പർച്ചേസ് ചെയ്യണം അതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട്. ദെൻ ഓൺലി യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. അതേസമയം ഇത് അങ്ങനെയല്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെയുള്ള വേറൊരു ഫീച്ചർ ഇവിടെ ഉണ്ട്. ഇതിന് GUI എൻവയോൺമെന്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അപ്പൊ ഇതിനോടകം തന്നെ ഈ GUI എന്താണെന്നുള്ളത് പിടികിട്ടി കാണുമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇതിന് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഉബുണ്ടു ലിനക്സ് ആണ്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രോസസ്സിംഗ് മെത്തേഡ്. First one is multi-programming operating system. 2 or more programs are executed at the same time by a single processor. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രോസസ്സറിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ പ്രിന്റ് കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഉടനെ തന്നെ പ്രിന്റിംഗ് ഇതിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രോസസ്സറിനെ ഐഡിയലാക്കാതെ അടുത്തൊരു പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നെറ്റ്, അതായത് ബ്രൗസ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അതേസമയം തന്നെ നിങ്ങൾക്ക് വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയും ചെയ്യാം, പാട്ട് കേൾക്കുകയും ചെയ്യാം, പിന്നെ മെയിൽ അയക്കുകയും ചെയ്യാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ടാസ്ക് അവിടെ പെർഫോം ചെയ്യുന്നു. അതിനെയാണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നു. അതായത് ഒരു സിസ്റ്റത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് നോർമൽ കേസിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ആപ്ലിക്കേഷന് അതിന്റെ സിംഗിൾ പ്രോസസ്സറിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഹൈ സ്പീഡ് സയന്റിഫിക് ആപ്ലിക്കേഷൻ അതിനൊക്കെ 2 or more പ്രോസസ്സേഴ്സ് ആണ് കൂടുതൽ നല്ലത്. ഇനി ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിന്റെ ടൈം പല യൂസർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഫെസിലിറ്റീസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. നെക്സ്റ്റ് ഈസ് മൾട്ടി ത്രെഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിവൈഡിംഗ് ദ പ്രോസസ് ഇൻടു സബ് പ്രോസസ് നോൺ as ത്രെഡ്സ്. ഒരു പ്രോഗ്രാമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് പോർഷൻസ് ഗ്രൂപ്പ് ചെയ്ത് ത്രെഡ്സ് ആയി പ്രോസസ് ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാം. ഇത് ചെയ്യേണ്ടത് പ്രോഗ്രാമർ തന്നെയാണ്. OSന് അറിയില്ല ഇതിനകത്ത് ഏതൊക്കെ ഭാഗങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് ഡിപെൻഡന്റ് ആണെന്നൊക്കെ. അപ്പൊ അത് ആദ്യമേ തന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ ത്രെഡ്സ് ആയിട്ട് മാറ്റി പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വെബ് സെർവർ നമ്മുടെ google.com സെർച്ച് ചെയ്യുന്ന അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരാണ് അത് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മൾട്ടി ത്രെഡിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ഈസ് ബാച്ച് പ്രോസസ്സിംഗ്. അപ്പൊ ജോബ്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ഫോർ പ്രോസസ്സിംഗ്. അതായത് കമ്പ്യൂട്ടർ എന്താ ചെയ്യേണ്ടതെന്നും അതിന്റെ ഡേറ്റയും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ പ്രോസസ്സിംഗ് നടക്കും. നമുക്ക് ഉടനെ ആവശ്യമില്ലാത്തതും ഒത്തിരി ടൈം എടുക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യാനാണ് ബാച്ച് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഇപ്പൊ ഡെയിലി സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അപ്പൊ എല്ലാ ദിവസവും കൗണ്ടർ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്റ്റേറ്റ് വൈഡ് ടോട്ടൽ വേണം, ഡിസ്ട്രിക്ട് വൈസ് ടോട്ടൽ വേണം, ഐറ്റം വൈസ് ടോട്ടൽ വേണം. അപ്പൊ ഇങ്ങനെയുള്ളത് ചെയ്യാനായിട്ട് അത് ബാച്ച് പ്രോസസ്സിംഗിൽ ഇട്ടേക്കും. അടുത്ത ദിവസം വന്ന് അതിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഓൺലൈൻ പ്രോസസ്സിംഗ്. അപ്പോഴപ്പോഴും തന്നെ ഡേറ്റ കൊടുത്ത് ചെയ്യുന്നതാണ് ഓൺലൈൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷൻ. ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു, മറ്റേ ആളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ, ബുക്ക് മൈ ഷോ ഉപയോഗിച്ച് സിനിമ ടിക്കറ്റ് ബുക്കിംഗ്, ഇതെല്ലാം ഓൺലൈൻ പ്രോസസ്സിംഗിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അവിടെ വയർ ദ പ്രോസസ്സിംഗ് ടൈം ഈസ് വെരി ക്രിറ്റിക്കൽ. ഓൺലൈൻ പ്രോസസ്സിംഗിന്റെ ഡിലേ ആയാലും അതിൽ വലിയ കുഴപ്പമില്ല. കാര്യം അതിനകത്ത് ഇപ്പം ടൈം വളരെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ആ പ്രോസസ്സ് ചെയ്യുന്ന കാര്യം ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. അതേസമയം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടൈം ഈസ് വെരി ക്രിറ്റിക്കൽ. നമുക്ക് ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം എടുക്കാം. ഒരു പേഷ്യന്റ് ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമർജൻസി സിറ്റുവേഷനിൽ.
അപ്പൊ ഈ മോണിറ്ററിംഗ് അനുസരിച്ച് വേണം അടുത്ത ട്രീറ്റ്മെന്റ് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. അവിടെ ഒരു ഡിലേ പാടില്ല, അല്ലേ? ഇനി അതുപോലെ ഏറ്റവും സെക്യൂരിറ്റി പ്രാധാന്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെയും ഈ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിലൊന്നും സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറ്റില്ല. അതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് RTMac, VxWorks ഒക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് is classification of OS based on the mode of user. First one is single user operating system. അപ്പോൾ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, it allows only one user program to use the system. അതായത് അറ്റ് എ ടൈം ഒരു യൂസർ പ്രോഗ്രാമിന് മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ MS-DOS. നെക്സ്റ്റ് ഈസ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അലൗസ് 2 or more users to run the program at the same time. അതായത് ഈ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിന്റെ റിസോഴ്സസ് യൂസേഴ്സിന്റെ ഇടയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും പ്രോസസർ ടൈം കിട്ടുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? യുണിക്സ്, വിൻഡോസ് ആൻഡ് ലിനക്സ്. അടുത്തായിട്ട് കമ്പോണൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിവൈസ് ഡ്രൈവർ, കർണൽ ആൻഡ് ഷെൽ. ഇത് മൂന്നുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്ന് പറയപ്പെടുന്നത്. Device driver is a computer program that operates or controls a particular type of device. അതായത് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഡിവൈസ് ഡ്രൈവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഹാർഡ്വെയർ ഡിവൈസസ് ആയി മൗസ്, കീബോർഡ് എക്സെട്ര ഇതിലേക്കുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ നമ്മളൊരു പുതിയൊരു ഹാർഡ്വെയർ ഡിവൈസ് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഒരു പ്രിന്റർ. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ പുതിയ ഡിവൈസിനെ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ OSന് ഈ പുതിയ പ്രിന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊരു പുതിയ ഹാർഡ്വെയർ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അതിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഈ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് കെർണൽ. കെർണൽ ഈസ് ദ കോർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മെയിൻ OS. നമ്മൾ നേരത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മേജർ ഫങ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തല്ലോ. ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് എക്സെട്ര. ഒരു OSനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കെർണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർ ഫങ്ഷൻസ് അഥവാ മുഖ്യമായത്. പക്ഷേ കെർണൽ ഫങ്ഷൻസ് കൊണ്ട് മാത്രം OSന് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചിതമായ ഒരു ഭാഷ വേണം. അതിനെയാണ് ഷെൽ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഷെൽ പ്രൊവൈഡ്സ് ദ യൂസർ ഇന്റർഫേസ് ടു ഇന്ററാക്ട് വിത്ത് ദ കെർണൽ ആൻഡ് ദി ഹാർഡ്വെയർ. അതായത് യൂസേഴ്സിന് OSുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു ഭാഷ വേണം. അതിനെയാണ് ഷെൽ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഷെൽ എന്നാൽ പുറന്തോട് എന്നാണ് അർത്ഥം. നമ്മൾ കാണുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ഷെല്ലാണ്. അതായത് ഒരു യൂസർ ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂസർ ഇന്റർഫേസുകളെയാണ് നമ്മൾ ഷെൽ എന്ന് വിളിക്കുന്നത്. ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമാൻഡ് പ്രോംപ്റ്റ് വഴിയും ചിലത് ഗ്രാഫിക്കൽ ലെവലുമായി ആയിരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഷെല്ലിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ രണ്ടായി തരംതിരിക്കാം: ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നും കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്നും. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഗ്രാഫിക്കൽ യൂസർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ GUI ബേസ്ഡ് ആണ്. ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സീരിയസ് ആയിട്ടുള്ള ഹാർഡ്വെയർ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനാലിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ലെവലിൽ നിന്നായിരിക്കും അത് ചെയ്യുന്നത്. കൺക്ലൂഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചരിത്രത്തിൽ ആദ്യമായി പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് നിങ്ങൾ.
അതേ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഓൺലൈൻ പഠനവും നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആശംസിക്കുന്നു.